ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നിയോളിത്തിക് ഏജാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ച് പോർഷൻസ് ഞാൻ വിട്ടുപോയി. അപ്പോൾ അതിനെ നമുക്കിവിടെ ആഡ് ചെയ്യാം. സോ നമ്മൾ മെസോലിത്തിക് ഏജിലും പാലിയോലിത്തിക് ഏജിലും കുറച്ച് ചെറിയ പോയിന്റ്സ് നോക്കിയിരുന്നല്ലോ. അപ്പോൾ അതിനെ പോലെ ബാക്കി കുറച്ച് പോയിന്റ്സ് ഇതിലുണ്ട്. അവർ ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. ഷാർപ്പ് ചെയ്തിട്ടുള്ള പോളിഷ് ചെയ്തിട്ടുള്ള സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസും, അതായത് വുഡ് ഹാൻഡിൽ ചെയ്ത് പിടിക്കുന്ന തരത്തിലുള്ള ആക്സ്, കോടാലികളും ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ടൂൾസ് മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ ഉപയോഗിച്ച് പോട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. വീൽസ് യൂസ് ചെയ്യാൻ തുടങ്ങി പോട്ടറിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ റാഫ്റ്റ്സ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി റാഫ്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺ. പ്ലഗ്ഷേഴ്സ് ആൻഡ് സ്പീഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്, അതായത് കലപ്പ ഇല്ലേ അതൊക്കെ. പിന്നെ ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹുക്സ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ചൂണ്ടയും അതിൻ്റെ ഹുക്കുകളുണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ക്ലോത്ത്സ് ജൂട്ട് ഫൈബേഴ്സ് വെച്ചിട്ട് ക്ലോത്ത്സും അവർ ചെയ്തിട്ടുണ്ട്. സൗണ്ട് ക്ഷമിക്കുക, തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. സോ അപ്പോൾ നിയോളിത്തിക് ഏജ് ഇത്രയുള്ളൂ. ചാൽക്കോലിത്തിക് ഏജ് ആണ് ഇന്നത്തെ ക്ലാസ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിയോളിത്തിക് ഏജ് പഠിച്ചു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പാലിയോലിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് പഠിച്ചു. ഇതാണ് ആ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്. ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ ഏജും മെറ്റൽ ഏജും, അതായത് സ്റ്റോൺ കൊണ്ട് ഉപയോഗിച്ചിരുന്ന ടൂൾസ് ഉപയോഗിച്ചിരുന്നു അങ്ങനത്തെയൊക്കെ കാര്യങ്ങളിൽ നിന്ന് മെറ്റലിലോട്ട് നമ്മൾ മാറിയിട്ടുള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഈ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. കോപ്പർ ടൂൾസ്, സ്റ്റോൺ ടൂൾസ് ഓൾറെഡി ഉണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം കോപ്പർ ടൂൾസും യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹട്ടുകൾ, മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അവർ സ്റ്റോൺസ് കേവ്സിൻ്റെ അകത്തൊക്കെയാണ് താമസിച്ചിരുന്നത്. അവർ മഡ് ബ്രിക്സ് കൊണ്ട് ഹട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഈ ഹട്ടുകളിലെ പിക്ചേഴ്സ്, കേവ് പെയിൻറ്റിങ്സ് പോലെ തന്നെ പിക്ചേഴ്സ് വരയ്ക്കാൻ തുടങ്ങി. പിന്നെ വീറ്റും ബാർലിയും കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പോട്ടറിക്ക് വേണ്ടിയിട്ട് അവർ ഓവൻസ് വീട്ടിൽ ഡിസ്കവർ ചെയ്ത് തുടങ്ങി. അതായത് ചൂടാക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓവൻസ് ക്രിയേറ്റ് ചെയ്തു. പോട്ടേഴ്സ് വീല്, അതായത് നമ്മൾ ഈ കണ്ടിട്ടില്ലേ ക്ലേ പോട്ടൊക്കെ മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വീലില്ലേ, ആ വീലില് ഡിസ്കവർ ചെയ്ത് തുടങ്ങിയത് ചാൽക്കോലിത്തിക് ഏജിലാണ്. പിന്നെ മേജർ സൈറ്റ്സ്, ഇന്ത്യയിലുണ്ട് മെഹ്ഗർ. പിന്നെ സ്റ്റോൺ ടൂൾസിൽ നിന്ന് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. ആ എക്സ്പ്ലോയിറ്റേഷൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഈ മെറ്റൽ ടൂൾസിൻ്റെ ഒക്കെ ആവശ്യം വന്നത്. ഇന്ത്യയിൽ ഇത്രയും സൈറ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കുറച്ച് പോർഷൻ മാത്രമേ ചാൽക്കോലിത്തിക് ഏജിനെ ബേസ് ചെയ്തിട്ടുള്ളൂ. ദെൻ ഇത് പഠിച്ചിട്ട് നമുക്കിപ്പം ഈ ഒരു ചാപ്റ്റർ നമ്മൾ മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്കും ഈ 4 ഏജുകളുണ്ട്. സ്റ്റോൺ ഏജിൽ ഈ 4 ഏജുകളും നമുക്ക് എങ്ങനെ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് എങ്ങനെ ഇന്ന കാര്യങ്ങൾ ഇന്ന ഏജിൽ സംഭവിച്ചു എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ നമ്മൾ പഠിച്ചതിൽ ഉപയോഗമുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ട് ഒന്നിടാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യും. സോ താങ്ക് യു.